ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഐസിങ് ഷുഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഐസിങ് ഷുഗർ നമുക്ക് കേക്കിൻ്റെ ക്രീമൊക്കെ തയ്യാറാക്കുമ്പോഴും അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യമാണ്. നമുക്കിത് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള 2 ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഐസിങ് ഷുഗർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലൊരു മിക്സിയുടെ ജാറാണ് വേണ്ടത്. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് എത്രയാണോ ഐസിങ് ഷുഗർ തയ്യാറാക്കേണ്ടത് അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഒട്ടും തരികളൊന്നുമില്ലാതെ നന്നായി പൊടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കോൺഫ്ലോർ ആണ്. അപ്പോൾ 1 കപ്പ് പഞ്ചസാരക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഐസിങ് ഷുഗർ തയ്യാറാക്കുന്നത്. നിങ്ങളിപ്പോൾ 2 കപ്പ് പഞ്ചസാരക്കാണ് ചെയ്യുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക. കോൺഫ്ലോർ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതൊന്ന് നന്നായി മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ നന്നായി എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒട്ടും തരികളില്ലാതെ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് എങ്കിൽ പോലും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഐസിങ് ഷുഗർ എന്ന് പറയുന്നത് ഒട്ടും തന്നെ നല്ല ഫൈനായിട്ടുള്ള പൗഡർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചുകൂടെ എടുക്കണം. അരിച്ചെടുത്താൽ മാത്രമേ നല്ല ഫൈനായിട്ടുള്ള ആ ഒരു ഐസിങ് ഷുഗർ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചെറുതായി അതിൽ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതുപോലെ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ അരിച്ചെടുത്ത ഐസിങ് ഷുഗർ നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്കും അതുപോലെ അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഐസിങ് ഷുഗർ ആവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഐസിങ് ഷുഗർ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയിട്ട് എടുക്കാം. കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചാൽ മാത്രം മതി. ഒട്ടും വെള്ളത്തിൻ്റെ ഒന്നും അംശമില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഐസിങ് ഷുഗറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം നല്ലൊരു റെസിപ്പി ആയിട്ട്. താങ്ക്